തൽക്കാലം സച്ചേട്ടൻ എൻ്റെ കൂടെ നിൽക്ക്. എന്നിട്ട് പോയതെല്ലാം തിരിച്ചു വിളിക്കേ. അപ്പോഴേക്കും അർച്ചന ചേച്ചിയും മോളും ഒക്കെ തിരിച്ചു വരും. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രതാപകാലത്ത് ധാരാളം പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരൊന്നും ആപത്ത് കാലത്ത് ഞങ്ങളെ സഹായിച്ചില്ല. അതുകൊണ്ട് നവീൻ ഇപ്പൊ പറഞ്ഞ ഈ നല്ല വാക്കുകളുടെ വില എനിക്ക് മനസ്സിലാവും. ഓം സർപ്പരാജായ വിദ്മഹേ. ഓം സർപ്പരാജായ വിദ്മഹേ. ഓം സർപ്പരാജായ വിദ്മഹേ. ഓം നാഗരാജായ ധീമഹി തന്നോ അനന്ത പ്രചോദയാത്. നാഗരാജായ ധീമഹി തന്നോ അനന്ത പ്രചോദയാത്. നാഗരാജായ ധീമഹി തന്നോ അനന്ത പ്രചോദയാം. 2 വട്ടം കൂടി ആവർത്തിക്കാം. ഇപ്പോഴാ ഒന്ന് ആശ്വാസമായത്. ഇത്രയും നേരം എന്തൊരു ടെൻഷനായിരുന്നു. ടെൻഷനോ? എന്തിന്? അത് ടെൻഷനെന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. പൂജയില് എന്തെങ്കിലും തടസ്സമുണ്ടായാ അത് നമ്മളെ ബാധിക്കുമല്ലോ. ആ ടെൻഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ. മോളെ, പൂജയൊക്കെ ഇതുവരെ നടന്നതുപോലെ ഭംഗിയായിട്ട് നടക്കും. അതിൽ നിനക്ക് ടെൻഷൻ ഒന്നും വേണ്ട. സാറേ, സാറേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. മാണിക്കുഞ്ഞിനെപ്പോഴും കാര്യം പറച്ചിലാണല്ലോ. പറയാം, പക്ഷെ സാർ എന്നെ വഴക്ക് പറയരുത്. എടോ, ആദ്യം താൻ കാര്യം പറയും. അത് കഴിഞ്ഞിട്ടല്ലേ വഴക്ക് പറയുന്നതും പറയാത്തതും ഒക്കെ. ഞാനെപ്പോഴും പറയാറില്ലേ ഗാഥമാടത്തെ പോലെ വേറൊരാളുണ്ടെന്ന്. അവരെ ഞാനിപ്പോ അമ്പലത്തിൽ വെച്ച് കണ്ടു. ആ, സാറേ, ഞാൻ സത്യമായിട്ടാ പറയുന്നത്. ഞാനിപ്പോ കണ്ടിട്ടാ വരുന്നത്. ഒരാളെ പോലെ പലരും കാണില്ലേ മണിക്കുഞ്ഞെ? അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഇയാള് കണ്ടത്. അയ്യോ, എനിക്ക് ഒരാളെ പോലെ കുറെ പേരുണ്ടെന്ന് അറിയാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ദേ, ഈ നിൽക്കുന്ന മാഡത്തിന്റെ അതേ മുഖം, ശരിക്കും ഇരട്ടകളെ പോലെ. സാറിന് വിശ്വാസം ആയില്ലെങ്കിൽ സാർ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. വേണ്ട, ആരും എങ്ങും പോകുന്നില്ല. മാണിക്കുഞ്ഞിനെ അങ്ങനെ പലതും തോന്നുന്നു വിചാരിച്ച് അതിന്റെ പുറകെ നടക്കലാണോ ഇവിടെയുള്ളവരുടെ ജോലി? സത്യമായിട്ടും മാഡം ഞാൻ കണ്ടതാ. സംശയം ഉണ്ടെങ്കിലേ മാഡം കൂടെ വന്നു. നേരിട്ട് കാണുമ്പോ എല്ലാവർക്കും വിശ്വാസമാവുമല്ലോ. ഈ 2 കഥയെ കാണുന്ന അസുഖം മാണിക്കുഞ്ഞിന് കുറച്ചു നാളുകൊണ്ട് ഇല്ലാതിരുന്നാണല്ലോ. ഇപ്പൊ എന്താ വീണ്ടും വന്നോ? ഇതൊരു തരം ഹാലുസിനേഷനാ. ഇല്ലാത്ത ചില ഇമേജസ് ഒക്കെ ഉണ്ടെന്ന് തോന്നാം. അത് സംശയമായിട്ട് കൊണ്ടു നടക്കുക. മലയാളത്തിൽ ചെറിയ വട്ടമുണ്ടെന്നൊക്കെ പറയും. ഓഹോ, അപ്പൊ എന്റെ തലയ്ക്ക് സുഖമില്ലെന്നല്ലേ സാറ് പറഞ്ഞു വരുന്നത്? സാറെന്ത് പറഞ്ഞാലും മാണിക്കുഞ്ഞ് കള്ളം പറയില്ല. ആ, ഒരു ദിവസം ഞാനിത് തെളിയിക്കും. ആ, സാർ നോക്കൂ. എടോ, താനത് കാര്യമാക്കണ്ട. മാണിക്കുഞ്ഞിന് അങ്ങനെ പലതും തോന്നും. ശരിയെന്നാ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഇപ്പൊ മമ്മിക്ക് സമാധാനായില്ലേ? അവളെ എങ്ങനെയും പറഞ്ഞു വിടാൻ പറഞ്ഞാ അത് കേക്കില്ല. എല്ലാം കൂടെ തകിടം പറഞ്ഞ് തറയിൽ വീഴാനേ ഇനി അധികം നേരൊന്നും എടുക്കില്ല. വരുന്നിടത്ത് വെച്ച് അനുഭവിക്കുക, അത്ര തന്നെ.
സച്ചേട്ടാ, എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഡ്രൈവേഴ്സിനുള്ള ഡോർമെറ്ററിയിൽ ആകെ തിരക്ക്. ഇവിടെ ആകുമ്പോൾ നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടല്ലോ. ഞാൻ റൂമിലിരുന്ന് ആകെ ബോറടിച്ചു. അതൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അന്ന് രാത്രി കണ്ടപ്പോൾ ആ ബഹളത്തിനിടയിൽ കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നെല്ലിശ്ശേരി കുടുംബത്തിന് ഇങ്ങനെ ഒരു തകർച്ച ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അച്ഛനോടും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ശത്രുതയായിട്ട് ചിലര് ഇറങ്ങിത്തിരിച്ചതിന്റെ ഫലം ഇത്. സച്ചേട്ടൻ്റെ കല്യാണം ക്ഷണിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ആ പിന്നെ അർച്ചനേച്ചി എന്ത് പറയുന്നു? അതൊക്കെ പറഞ്ഞു തുടങ്ങിയ കുറെ പറയണം നവീനെ. എന്താ, എന്തു പറ്റി? എന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന എൻ്റെ അർച്ചനയും എൻ്റെ കുഞ്ഞിനെയും ഞാൻ നഷ്ടപ്പെടുത്തി. ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് അവൾ കുഞ്ഞിനെ എടുത്ത് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരെ തേടിയുള്ള യാത്രയാ ഇപ്പൊ എൻ്റെ ജീവിതം. ഒന്നും ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. അർച്ചനയും കരുതിയിട്ടുണ്ടാവില്ല. എവിടേക്കോ കണക്കുകൂട്ടലുകൾ പിഴച്ചു, എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പോ വർഷങ്ങൾ കഴിഞ്ഞു. അവളും മോള് എവിടെയാണെന്നോ എങ്ങനെ ജീവിക്കുന്നെന്നോ ഒന്നും എനിക്കറിയില്ല നവീൻ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. വിഷമിക്കണ്ട. ഇന്നിവിടെ വരാനും പ്രാർത്ഥിക്കാനും സച്ചേട്ടന് കഴിഞ്ഞത് ഒരു നിമിത്തമായിട്ട് കരുതിയാൽ മതി. അവർ തിരികെ വരും. 3 വർഷം കഴിഞ്ഞ് ഇവിടെ വീണ്ടും ദമ്പതി പൂജ നടക്കും. അന്ന് സച്ചേട്ടൻ്റെ തൊട്ടടുത്തിരിക്കാൻ അർച്ചന ചേച്ചി ഉണ്ടാവും. നിന്റെ നാവ് പൊന്നായിരിക്കട്ടെ. എല്ലാ ഒരു ദിവസം നേരെയാവും. അതോർത്തിങ്ങനെ സങ്കടപ്പെട്ട് നടക്കാതെ നഷ്ടപ്പെട്ട ബിസിനസ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ നോക്കണം. പിന്നെ ഫണ്ടിൻ്റെ കാര്യം ഓർത്ത് ടെൻഷനാവണ്ട. അതിനൊക്കെ എന്ത് ഹെൽപ്പിനും ഞാനുണ്ടാവും. സച്ചേട്ടന് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ഏട്ടന് ബിസിനസ്സിലുള്ള എക്സ്പീരിയൻസും കാലിബറും എനിക്ക് നന്നായിട്ടറിയാം. സച്ചേട്ട ജീവിതത്തിലുണ്ടാവുന്ന സങ്കടങ്ങൾ തൊഴിലിലും കൂടി നമ്മളെ തകർക്കാൻ അനുവദിക്കരുത്. തൽക്കാലം സച്ചേട്ടൻ എൻ്റെ കൂടെ നിൽക്ക്. എന്നിട്ട് പോയതെല്ലാം തിരിച്ചു വിളിക്കുക. അപ്പോഴേക്കും അർച്ചന ചേച്ചിയും മോളൊക്കെ തിരിച്ചു വരും. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രതാപകാലത്ത് ധാരാളം പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരൊന്നും ആപത്ത് കാലത്ത് ഞങ്ങളെ സഹായിച്ചില്ല. അതുകൊണ്ട് നവീൻ ഇപ്പൊ പറഞ്ഞ ഈ നല്ല വാക്കുകളുടെ വില എനിക്ക് മനസ്സിലാവും. അതിന് ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. പക്ഷേ അർച്ചനയും മോളും എന്റെ ജീവിതത്തിലേക്ക് വരാതെ എന്നെ കൊണ്ട് ഒന്നിനും ആവില്ല. എന്റെ മനസ്സ് ഒരിടത്ത് ഉറച്ചു നിൽക്കില്ല നവീനെ. നീ ഇപ്പൊ പറഞ്ഞ ഈ വലിയ കാര്യം ഞാൻ നിഷേധിക്കുകയാണെന്ന് കരുതരുത്.